റാഗിംഗ് ടാസ്കിൽ നോറ മത്സരിച്ചത് 2ാം സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു. ആ സ്ഥാനത്തിന് വേണ്ടി തന്നെയാണ് ജിൻഡോയും മത്സരിച്ചത്. നോറ 2ാം സ്ഥാനം കിട്ടാൻ വേണ്ടി പറഞ്ഞത് താൻ എല്ലാ ആർഗ്യുമെന്റ്സിലും ന്യായമായി തോന്നിയ എല്ലാ ആർഗ്യുമെന്റ്സിലും തന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫെയർ ഏത് അൺഫെയർ ഏത് എന്ന് മനസ്സിലാക്കി ഫെയർ ആയതിന്റെ കൂടെ നിന്നിട്ടുണ്ട് എന്നൊക്കെയാണ് നോറയുടെ. നോറയ്ക്ക് 2ാം സ്ഥാനത്തിൽ നിൽക്കാൻ തീരെ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ടാസ്കുകൾ വന്നിട്ടുണ്ട്. ഇതുവരെ നോറ ഒരു ടാസ്കിലും വിൻ ചെയ്തതായിട്ട് എനിക്കറിയില്ല. ക്യാപ്റ്റൻസി ടാസ്ക് വന്നിട്ടുണ്ട്. ഇതുവരെ നോറ ക്യാപ്റ്റൻ ആയിട്ടില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ നോറയ്ക്ക് 2ാം സ്ഥാനം കിട്ടാൻ ഒരു യോഗ്യതയുമില്ല എന്ന് അപ്സരയെ അനുകൂലിച്ചുകൊണ്ട് ജാസ്മിനും സിജോയും എത്തുന്നു. ഈ ടാസ്ക് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് നോറയുമായി ഒരു വാഗ്വാദം ഉണ്ടായതാണ്. സിജോ പറയുന്നത് നോറ വെറും കള്ളം പറയുന്ന ആളാണ്, നോറ ബാക്കിയുള്ളവരുടെ ദുഃഖങ്ങളിൽ സന്തോഷിക്കുന്ന ആളാണ്. സിജോ ഓപ്പൺ ആയി തന്നെ പറയുന്നുണ്ട്, യു ആർ എ സാഡിസ്റ്റ്. പലപ്പോഴും പല കണ്ടസ്റ്റൻസും സങ്കടപ്പെടുന്നത് കാണുമ്പോൾ നോറ മാറിയിരുന്ന് ചിരിക്കുന്നത് സിജോയുടെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു എന്നാണ് സിജോ പറയുന്നത്. അതെ, അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രേക്ഷകരും കണ്ടു കാണും. സിജോ പറയുന്നത് നോറ ഇത്രയും ദിവസം നിന്നത് കള്ളക്കളി കളിച്ചുകൊണ്ടും കുതികാൽ വെട്ടിയും ഒക്കെയാണെന്ന്. നോറ അത് ശക്തമായി എതിർക്കുന്നുണ്ട്. അത് നോറയുടെ വശം. സിജോ അതൊക്കെ ടാസ്കിനിടെ എടുത്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട്, നോറ ഇമോഷൻസ് വെച്ചാണ് കളിക്കുന്നത്. അങ്ങനെയുള്ള നോറയ്ക്ക് ഒരിക്കലും 2ാം സ്ഥാനം കൊടുക്കാൻ പാടില്ല, 2ാം സ്ഥാനത്തിന് അർഹയല്ല. നോറ ഇതിനൊന്നും എതിർക്കുന്നില്ല. നോറ എല്ലാം കേട്ട് തന്നെ ഇരിക്കുകയാണ്. എല്ലാവരുടെയും സമ്മതപ്രകാരം നോറയ്ക്ക് 2ാം സ്ഥാനം കൊടുക്കാതെ ജിൻഡോയ്ക്ക് 2ാം സ്ഥാനം കൊടുക്കും. നോറയും റസ്മിനും ചങ്കുകളാണല്ലോ. അതുകൊണ്ട് തന്നെ റസ്മിൻ ചെറിയ രീതിയിൽ നോറയെ പറയുമ്പോൾ ജാസ്മിനെയും അപ്സരയെയും സിജോയും ഒക്കെ എതിർക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് നടന്നു എന്നുള്ളതാണ് സത്യം. ടാസ്കിനിടെ നോറ ഇതിനൊന്നും മറുപടി പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അത് നോറയുടെ മര്യാദ തന്നെ. പക്ഷേ പിന്നീട് നോറ വിഷം ചീറ്റുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് തുപ്പുന്നുണ്ട് എല്ലാവരുടെ അടുത്തും പോയി. അഭിഷേകിനോടും ഋഷിയോടും സായിയോടും ഒക്കെ നോറ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്, അത് ടാസ്ക്കാണ്, അത് ടാസ്കിന്റെ രീതിയിലെടുക്കുക, മറ്റുള്ളവരെ തളർത്തിക്കൊണ്ട് വിജയിക്കുക, അതാണ് ടാസ്കിന്റെ രീതി എന്ന്. പക്ഷെ നോറ ഒതുങ്ങുന്നില്ല. നോറ പിന്നീട് ഓരോരുത്തരും പോയി പരാതി പറയുകയാണ്. നോറയുടെ സ്വഭാവം അതാണല്ലോ. 10-70 ദിവസമായില്ലേ നമ്മൾ നോറയെ കാണാൻ തുടങ്ങി. കിച്ചണിൽ പോയിട്ട് നോറ അൻസിബയോട് പറയുന്നുണ്ട്. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട്, നോറ നിനക്കൊന്നും തോന്നിയിട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതിവിടെ നിർത്ത്, അത് ടാസ്കിന്റെ രീതിയിൽ കഴിഞ്ഞു, ഇനിയും പിന്നെ നീ എന്തിനാണ് അത് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് എന്ന്. നോറയെ പറഞ്ഞിട്ട് കാര്യമില്ല. നോറ ഡേ 1 മുതൽ ഡേ 72 വരെയും നോറ ഇങ്ങനെ തന്നെയാണ്. ഇറ്റ്സ് ഹെർ ക്യാരക്ടർ. അങ്ങനെ എല്ലാവരുടെ പോയി പരാതി പറഞ്ഞ് ആരും കേൾക്കാതായപ്പോൾ നോറ അതങ്ങ് അവസാനിപ്പിച്ചു. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.